2013 ഡിസംബർ 19 റിലീസ് ചെയ്ത ദൃശ്യം എന്ന സിനിമ ഒരുപക്ഷെ സം വിഷ്വൽസ് ക്യാൻ ബി ഡിസീവിംഗ് എന്നുള്ള ഒരു അടിക്കുറിപ്പും കൂടി വെച്ചൊരു സിനിമ, ഒരു ഫാമിലി ഓഡിയൻസ് അല്ലെങ്കിൽ ഒരു ഇമോഷണൽ ഡ്രാമയായിട്ട് മാത്രം സംസാരിക്കപ്പെടുമെന്ന് കരുതിയിരുന്ന ഒരു സിനിമ പ്രേക്ഷകരെ തിയേറ്ററിലേക്ക് കൊണ്ടുവന്നപ്പോൾ രണ്ടാം പകുതിയിൽ തൊട്ടല്ല, ആദ്യ പകുതിയുടെ പകുതി തൊട്ട് തന്നെ ഒരു ത്രില്ലിംഗ് സസ്പെൻസ് മോഡലിലേക്ക് പോയ സിനിമ. ഒരുപക്ഷെ മലയാള സിനിമ അതുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ഒരു ട്വിസ്റ്റും സസ്പെൻസും നിറഞ്ഞ ഒരു സിനിമയായി മാറിയത് കൊണ്ടും ലാലേട്ടൻ്റെ മികച്ച സിനിമകളിൽ ഏറ്റവും മുന്നിട്ട് നിൽക്കുന്ന സിനിമകളിൽ ഒന്നായിട്ട് ദൃശ്യം വിലയിരുത്തപ്പെടുന്നത് കൊണ്ട് തന്നെ അന്നുണ്ടാക്കിയ ഓളം ചെറുതൊന്നുമല്ല. അന്ന് ഈ ബുക്ക് മൈ ഷോയും ഇതുപോലുള്ള ബുക്കിംഗ് ആപ്സ് ഒന്നും ഇല്ലാതിരുന്ന സമയത്ത് കൗണ്ടറിൽ പോയി ടിക്കറ്റ് എടുത്ത് ക്യൂ നിൽക്കുന്ന പ്രേക്ഷകരെ ഒരിക്കലും നിരാശപ്പെടുത്താത്തൊരു സിനിമയായിട്ട് ഇത് മാറി വളർന്ന് പന്തലിക്കുകയും ചെയ്തു. ഈ സിനിമ പിന്നീട് ഡബ് ചെയ്യപ്പെട്ടു, റീമേക്ക് ചെയ്യപ്പെട്ടു, എങ്ങൊക്കെ പോയി, ചൈന വരെയൊക്കെ പോയി അല്ലേ. എന്തായിരുന്നു ആക്ച്വലി ദൃശ്യത്തിൻ്റെ പ്ലോട്ട് എന്ന് നമുക്ക് സംസാരിക്കാം. 19 ഡിസംബറിൽ റിലീസ് ചെയ്ത സിനിമ 2013 അപ്പോൾ റിലീസ് ചെയ്ത ഒരു സിനിമയാണ്. ഇന്ന് മൂന്നാം ഭാഗം വരുമ്പോഴേക്കും 13 വർഷങ്ങൾ പിന്നിട്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. വരുൺ എന്ന് പറയുന്നൊരു വ്യക്തി, അദ്ദേഹത്തിൻ്റെ കൊലപാതകം ഒരു കുടുംബത്തിന് വേറെ വഴിയില്ലാതെ സംഭവിക്കേണ്ടി വന്ന ഒരു കൊലപാതകത്തിലേക്ക് നിൽക്കുന്നു. ജോർജ് കുട്ടിയും റാണിയും 2 മക്കളും അടങ്ങുന്ന ഒരു കുടുംബത്തിലേക്ക് വരുൺ എന്ന് പറയുന്നൊരു വ്യക്തി വരുന്നു. വരുണിനെ കൊലപാതകം നടത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് മാറുന്നു. കുടുംബത്തെ എന്ത് വന്നാലും വിട്ടുകൊടുക്കില്ല എന്ന് ശപഥം ചെയ്തെടുക്കുന്ന ജോർജ് കുട്ടി എന്ന കഥാപാത്രമായിട്ട് മോഹൻലാൽ എത്തുമ്പോൾ സിനിമകളിലൂടെ മാത്രം ജീവിച്ച 4ാം ക്ലാസ് വരെ മാത്രം പഠിപ്പുണ്ടായിരുന്ന ഒരു ക്യാരക്ടർ, ആ ക്യാരക്ടറിനെ ബിൽഡ് ചെയ്ത് സിനിമകളിലൂടെ അയാൾ ഏതൊക്കെ രീതിയിൽ സോൾവ് ചെയ്യുന്ന പസലായിട്ട് മാറുന്നു. ജിത്തു ജോസഫ് നമ്മുടെ അഭിമുഖത്തിൽ തന്നെ പറഞ്ഞൊരു കാര്യം, ഒരു ക്രൈസിസ് മാനേജറാണ് ജോർജ് കുട്ടി എന്നുള്ളതാണ്. ആ ക്രൈസിസ് മാനേജറിൻ്റെ ഏറ്റവും ഫസ്റ്റ് പോയിന്റിൽ നിൽക്കുന്നൊരു പൊസിഷൻ മാത്രമാണ് നമ്മൾ ഇവിടെ നിന്ന് കാണുന്നത്. അതിനുശേഷം അയാളുടെ മാസ്റ്റർ പ്ലാൻസ് എങ്ങനെയൊക്കെയാണ് ആ ക്രൈം വർക്ക്ഔട്ട് ചെയ്യുന്നത്, കുടുംബത്തെ വിട്ടുകൊടുക്കാതിരിക്കാൻ വേണ്ടി ഏതൊക്കെ പശ്ചാത്തലത്തിൽ അയാൾ മാറുന്നു എന്നതിനെ സംബന്ധിച്ചാണ് നമ്മൾ ആദ്യം കണ്ടത്. നിയമം കുരുക്കാക്കാൻ നോക്കിയപ്പോൾ സിനിമ കണ്ട് മനസ്സിൽ പതിഞ്ഞ ദൃശ്യങ്ങൾ വെച്ച് 4ാം ക്ലാസ്സുകാരൻ കളിച്ച അതിസാഹസിക ട്രിക്കാണ് ദൃശ്യം. ഒരുപക്ഷെ വളരെ എഡ്യൂക്കേറ്റഡ് ആയിട്ടൊരു വ്യക്തി ഈ ഒരു ക്രൈം മൂടുന്നതാണെങ്കിൽ നമുക്ക് കിട്ടുന്നൊരു ഹൈ ഇതായിരിക്കില്ല. സിനിമകളിലൂടെ മാത്രം കണ്ട് ഒരു കേബിൾ ഓപ്പറേറ്ററായ ജോർജ് കുട്ടി എപ്പോഴും സിനിമകൾ ഇങ്ങനെ റീവിസിറ്റ് ചെയ്ത് കണ്ട് അതിലൂടെ അയാളൊരു ക്രൈം സോൾവ് ചെയ്തെടുക്കുക അല്ലെങ്കിൽ അയാളുടെ നിലനിൽപ്പിന് വേണ്ടി ബാധിക്കുക എന്നുള്ളത് തന്നെയാണ് ദൃശ്യത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ക്രക്സ് ആയിട്ടും മാറിയതും സംസാര വിഷയമായി മാറിയത്. പോലീസ് സ്റ്റേഷനിൽ വരുണിൻ്റെ മൃതദേഹം എന്ന് വിശ്വസിക്കുന്ന കുഴിച്ചിട്ട് മടങ്ങുന്ന ജോർജ് കുട്ടിയുടെയാണ് നമ്മളൊരു ഫൈനൽ ഫ്രെയിം കാണുന്നത്. എവിടെയാണ് വരുണിൻ്റെ മൃതദേഹം എന്ന് പറയുന്നിടത്താണ് 2013 അവസാനം എല്ലാവരെയും ഞെട്ടിപ്പിക്കുന്ന രീതിയിൽ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി വരുന്ന ജോർജ് കുട്ടി എന്ന കഥാപാത്രത്തെ നമ്മൾ കാണുന്നത്. അക്ഷരാർത്ഥത്തിൽ ഞെട്ടിത്തെറിച്ചു പോകുന്ന മലയാളി ഓഡിയൻസിനെയും നമ്മൾ കാണുന്നത്. ഈ ഫ്രെയിം വളരെയധികം സൂക്ഷിക്കുക. എന്ന് വിശ്വസിക്കുന്ന എന്ന് പറഞ്ഞ് ഈ ബ്രാക്കറ്റിൽ ഇട്ടേക്കുന്നതിനെ പറ്റി നമുക്ക് സംസാരിക്കാം. കാരണം രണ്ടാം ഭാഗത്തിലേക്കൊക്കെ വരുമ്പോഴേക്കും ഇത് വേറെ രീതിയിലൊക്കെ ഈ സിനിമ മാറുന്ന ഒരു തോട്ട് പ്രോസസ്സ് നമുക്ക് കിട്ടുമെന്നുള്ളത് കൊണ്ടാണ് എന്ന് വിശ്വസിക്കുന്നത് ഇട്ടത്. വരുണിൻ്റെ ബോഡി ആയിരിക്കാം, അല്ലായിരിക്കാം എന്നുള്ള രീതിയിലേക്കാണ് 3ലേക്ക് പോകുമ്പോൾ കാണുന്നത്. ഈ കുറച്ച് നാട്ടുകാരൊപ്പം ഉണ്ടായിരുന്നു ദൃശ്യം 1ൻ്റെ സമയത്ത്. കാരണം അടിക്കടിയുള്ള പോലീസ് ഇൻവെസ്റ്റിഗേഷൻ ജോർജ് കുട്ടിയുടെ കുടുംബത്തിലേക്കൊക്കെ വരുമ്പോൾ തന്നെ നാട്ടുകാർ ചെറുത്ത് നിൽക്കുന്ന കാഴ്ച നമുക്കുണ്ടായിരുന്നു. ഇനി എന്തിനാണ് എന്നുള്ളൊരു ചോദ്യം അവിടെ ചോദിച്ചിരുന്നു. പക്ഷേ 1ൽ നിന്നും 2ലേക്ക് മാറുമ്പോഴേക്കും സാഹചര്യം മാറി. 1ൽ ഇയാളാണ് ചെയ്തത് എന്നുള്ള വ്യക്തമായ ധാരണ പല നാട്ടുകാർക്കും വരുന്നു, പോലീസിന് ഉറപ്പായിട്ടും വരുന്നു. പക്ഷേ തെളിവില്ല, ഒറ്റ തെളിവില്ല എന്നുള്ളൊരു സാഹചര്യത്തിലേക്ക് നീങ്ങിപ്പോകുന്നു. ഇതാണ് ദൃശ്യം 1ൻ്റെ നമുക്കൊരു കഥ എന്നുള്ള രീതിയിൽ ജസ്റ്റ് ഒരു പെട്ടെന്ന് പറയാൻ കഴിയുന്നത്. 2ലേക്ക് വരുമ്പോഴേക്കും സ്വാഭാവികമായിട്ടും പറയാം. സംഭവം കഴിഞ്ഞ് 6 വർഷങ്ങൾക്ക് ശേഷമാണ് ഈ റീഇൻവെസ്റ്റിഗേഷൻ നടക്കുന്നത്. അതായത് 2013 നടന്ന ക്രൈം 2019 ആയിട്ടാണ് വരുന്നത്. ഈ ഫെബ്രുവരി 18, 2021 ആമസോൺ പ്രൈമിലൂടെയാണ് ഈ സിനിമ OTT പ്ലാറ്റ്ഫോമിൽ റിലീസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ പശ്ചാത്തലം തുടങ്ങുന്നത് 6 ഇയേഴ്സ്, 6 വർഷത്തിന് ശേഷം പോലീസ് വീണ്ടും ഇത് റീഇൻവെസ്റ്റിഗേഷനായിട്ട് ഈ സിനിമ ഓപ്പൺ ചെയ്യുന്നു എന്നുള്ള രീതിയിലാണ് സിനിമ പറയുന്നത്. അപ്പോൾ പുതിയ തെളിവുകളാണ്. ജോസ് എന്ന കഥാപാത്രമായിട്ടാണ് പുതിയൊരാൾ വരുന്നത്. അതായത് 2013 ആ ദൃശ്യത്തിൻ്റെ ക്ലൈമാക്സിൽ ആ ഒരു പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി വരുന്ന കഥാപാത്രത്തിനെ ഒരു ദൃക്സാക്ഷി കാണുകയുണ്ടായി. ജോസ് എന്നാണ് ആ കഥാപാത്രത്തിൻ്റെ പേര്. ആ ജോസ് ഈ ദൃക്സാക്ഷിയായി കാണുകയും ഇത് കണ്ടുപിടിക്കുകയും ചെയ്തു പോലീസിനോട്. അതായത് മുരളി ഗോപിയോടും ഗണേഷ് കുമാർ എന്ന ഈ 2 പേരും നടത്തുന്ന പോലീസ് കഥാപാത്രങ്ങളോട് പോയി പറയുകയാണ് ഞാൻ സാക്ഷിയാണ് എന്നത്. പക്ഷേ ഇതിന് മുമ്പും ഇത് പല രീതിയിലും പല ആളുകളും വന്നിട്ടുണ്ട്. പക്ഷേ അതൊന്നും വിശ്വസിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയില്ല. അതുകൊണ്ട് തന്നെ പോലീസിന് ഒരു വിശ്വാസം ഇല്ലായിരുന്നു. അവിടെ നിന്നുകൊണ്ടാണ് ഈ ജോസ് കൃത്യമായ കാര്യങ്ങൾ പറയുന്നുണ്ട്. ജോസ് പറയുന്നത് എന്താണ്? ജോസ് എന്ന ദൃക്സാക്ഷിയിലൂടെ ജോർജ് കുട്ടി കുടുങ്ങി എന്ന് ഹിൻഡ് പ്രേക്ഷകർക്ക് സംവിധായകനായ ജിത്തു ജോസഫ് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. കാരണം ഇനി ഇതിനൊക്കെ വഴിയില്ല. ഒരു സാക്ഷിയുണ്ട്, സാക്ഷി കൃത്യമായിട്ട് മനസ്സിലാക്കുന്നു. പോലീസ് സ്റ്റേഷനിൽ അടിയിലാണ് കുഴിച്ചിട്ടതെന്ന് പറയുന്നതോടുകൂടി പോലീസ് ആ പോലീസ് സ്റ്റേഷൻ കുഴിച്ചു മാന്താൻ വേണ്ടി ശ്രമിക്കുകയാണ്. കാരണം 6 വർഷങ്ങൾക്ക് ശേഷമാണല്ലോ ഇത് ഓപ്പൺ ചെയ്യുന്നത്. പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഈ കേസ് ഒരിക്കലും ഓപ്പൺ ചെയ്യാൻ അല്ലെങ്കിൽ സോൾവ് ചെയ്യാൻ കഴിയില്ല എന്നുള്ള നാണക്കേട് കഴിഞ്ഞ 6 വർഷമായിട്ട് നിൽക്കുന്ന പശ്ചാത്തലത്തിലാണ് ഈ ഒരു ഇൻവെസ്റ്റിഗേഷൻ സ്വാഭാവികമായിട്ട് നടക്കുന്നതും ഇതിനായിട്ടുള്ള തുടർ നടപടികൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളൊരു തീരുമാനത്തിലേക്കും എത്തുന്നത്. അങ്ങനെ നാട്ടുകാരും പോലീസും നീതിപീഠവും ഉൾപ്പെടെ അറിയാം
ജോർജ് കുട്ടിയാണ് ഇത് ചെയ്തത് അല്ലെങ്കിൽ ഇത് ചെയ്തെടുത്തിട്ടുള്ളത്. പക്ഷേ തെളിവുകളില്ല. ഇത് എന്തുകൊണ്ട് നീതിപീഠത്തിനെന്ന് പറയാൻ കാരണം ദൃശ്യം 2-ൻ്റെ ക്ലൈമാക്സ് പോർഷനിൽ മുരളി ഗോപിയും മജിസ്ട്രേറ്റും തമ്മിൽ സംസാരിക്കുന്ന ഒരു സീനുണ്ട്. അതിൽ മജിസ്ട്രേറ്റ് തന്നെ പറയുന്നുണ്ട് എല്ലാവർക്കും സത്യം അറിയാം, പക്ഷേ ഇതെങ്ങനെയാണ് എന്നത് അറിയില്ല എന്ന് നീതിപീഠം പറയുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്നുകൊണ്ട് തന്നെ ഈ ലെജിസ്ലേച്ചറിനുൾപ്പെടെ അറിയാം ഈ കേസ് എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളത്. പക്ഷേ സോൾവ് ചെയ്യാനില്ല, തെളിവില്ല. ഒരു തെളിവ് പോലും ഇല്ലാതെ മൊത്തത്തിൽ തീർക്കാൻ ശ്രമിക്കുകയാണ് ജോർജ് കുട്ടി. അതിനിടയിൽ എന്താണ് ഈ ദൃശ്യം 2-ൻ്റെ ട്വിസ്റ്റായിട്ട് വരുന്നത്? ദൃശ്യം 2-ൻ്റെ ട്വിസ്റ്റായിട്ട് വരുന്നത് ലാസ്റ്റ് കാണിക്കുന്ന പബ്ലിഷ് ചെയ്ത ബുക്കാണ്. വിനയചന്ദ്രൻ എന്ന പേരിൽ കഴിഞ്ഞ 6 മാസങ്ങൾക്ക് മുമ്പ്, അതായത് കേസ് നടക്കുന്നതിന് 6 മാസങ്ങൾക്ക് മുമ്പ് ദൃശ്യം എന്നൊരു പുസ്തകം പബ്ലിഷ് ചെയ്യുന്നു. ആ പുസ്തകം തിരക്കഥയാണ്. അത് സിനിമയാക്കാൻ പോകുന്നതിന് മുമ്പ് കോപ്പിറൈറ്റ് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് ആ ബുക്ക് പബ്ലിഷ് ചെയ്യുന്നു. അവിടെ നിന്നുകൊണ്ട് നടക്കുന്ന സംഭവങ്ങൾ വെച്ച് ബുക്ക് പബ്ലിഷ് ചെയ്യുന്നു. ആ ബുക്കിലെ തിരക്കഥയാണ് പോലീസ് നടത്താൻ ശ്രമിക്കുന്നതെന്നാണ് ജോർജ് കുട്ടിയുടെ വക്കീൽ വാദിക്കുന്നത്. അതായത് ആ പുസ്തകം വായിച്ച് ആ മോഡലിൽ കൊലപാതകം നടത്തി എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് പോലീസ് ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നു. ലോക്കപ്പിൽ കൊണ്ടുപോയതിനു ശേഷം മനഃപൂർവ്വമായി ഇടിച്ച് ചതച്ച് താനാണ് കുറ്റം ചെയ്തത് എന്ന് ഏറ്റുപറഞ്ഞ് ജോർജ് കുട്ടിയെ ശ്രമിപ്പിച്ചു എന്നുള്ളത് വക്കീൽ വാദിക്കുകയും ചെയ്തതാണ് ദൃശ്യം 2. അവിടെ ലാസ്റ്റ് വരുണ്ട അസ്ഥി കുറച്ച് ഭാഗം ഒഴുക്കാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അതായത് ആസിഡിൽ കത്തിക്കുന്ന രീതിയിലാണല്ലോ നമ്മൾ കാണുന്നത്. അങ്ങനെ അല്ലാതെ കുറച്ച് അസ്ഥി മാറ്റി വെക്കുന്ന ഒരു രീതിയിലും കൂടി ദൃശ്യം 2 ഫ്രെയിം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി എങ്ങോട്ടാണ് നമ്മുടെ അടുത്ത നീക്കത്തിന് വേണ്ടി അയാൾ കാത്തു നിൽക്കുകയാണെന്നാണ് മുരളി ഗോപിയുടെ കഥാപാത്രം അവസാനം പറഞ്ഞ് ഈ സിനിമ എൻഡ് ചെയ്യിക്കുന്നത്. അടുത്ത നീക്കം എന്താണ് എന്ന് പ്രതീക്ഷിക്കുന്നിടത്ത് നിന്നാണ് ഏകദേശം 2021 നിന്ന് 26 എത്തുന്നിടത്ത് ദൃശ്യം 3 അൺഫോൾഡ് ചെയ്യുന്നത്. സംവിധായകൻ ജിത്തു യൂസഫിൻ്റെ വാക്കുകൾ പ്രകാരം ജോർജ് കുട്ടിയുടെ ഇമോഷണൽ റൈഡ് എന്നുള്ളതാണ് സംവിധായകൻ പറയുന്നത്. പക്ഷേ അത് എത്രമാത്രം വിശ്വസിക്കണം എന്നുള്ള സാമാന്യമായ ചോദ്യവും കൂടെ നിൽക്കുകയാണ്. കാരണം ഇത് വിശ്വസിക്കേണ്ട ഒരു പോർഷൻ ഉണ്ടോ എന്നുള്ളതുണ്ട്. കാരണം സംവിധായകൻ ദൃശ്യം 2 ഇറങ്ങുന്ന സമയത്ത് പറഞ്ഞൊരു വാചകം ഇതൊരു ഇമോഷണൽ സിനിമയാണെന്നുള്ളതാണ്. പക്ഷേ ട്വിസ്റ്റും സസ്പെൻസുകളാൽ ആ ഇമോഷണൽ പോർഷൻ അങ്ങ് മാറുകയും ട്വിസ്റ്റിലേക്ക് ആളുകൾക്ക് ഭയങ്കരമായ രീതിയിൽ ആകർഷണം തോന്നിപ്പോവുകയും ചെയ്തു. ഉറപ്പായിട്ടും ദൃശ്യം 1ഉം 2ഉം 3ഉം ഒക്കെ ഫാമിലി ഡ്രാമ തന്നെയാണ്. പക്ഷേ 3-ൽ കുറച്ചധികം ഹിൻറ്റുകൾ ട്രെയിലേഴ്സ് നൽകുന്നുണ്ട്. നമുക്ക് അതിനെപ്പറ്റിയും ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. പക്ഷേ ഇത് എത്രമാത്രം വിശ്വസിക്കണം എന്നുള്ള സാമാന്യ ചോദ്യമുണ്ട്. അതായത് ഇതൊരു ഇമോഷണൽ റൈഡ് മാത്രമാണോ അതോ ട്വിസ്റ്റും സസ്പെൻസുകളും ഇല്ലേ? ജിത്തു യൂസഫ് ഞങ്ങളുടെ അഭിമുഖത്തിൽ തന്നെ പറഞ്ഞൊരു കാര്യം 1 പോലെയല്ല 2 പോലെയല്ല 3 ട്വിസ്റ്റുകളുണ്ട്, പക്ഷേ ഒരു വലിയ ട്വിസ്റ്റുകളൊന്നും പ്രതീക്ഷിക്കരുത് എന്നുള്ളതാണ്. പക്ഷേ നാളെ മോഹൻലാലിൻ്റെ പിറന്നാൾ ദിനം കൂടിയാണ്. ഒരു പിറന്നാൾ ഗിഫ്റ്റ് ആയിട്ടുള്ള രീതിയിൽ എന്തെങ്കിലുമൊക്കെ ദൃശ്യം 3-ൽ ഉണ്ടാകുമെന്ന പ്രതീക്ഷയോടുകൂടി ട്രെയിലറും ടീസറും ഒക്കെ വെച്ച് നമുക്ക് ചെറുതായിട്ടൊന്ന് കഥ ഡീകോഡ് ചെയ്യാൻ ശ്രമിക്കാം. ഒന്നാമത്തെ കാര്യം ആദ്യമേ പറയാം, ഇതൊക്കെ സിനിമയിൽ നാളെ വരും എന്നുള്ള രീതിയിലല്ല. ഓരോ ഡീകോഡിങ്സ് വെച്ചിട്ട് എങ്ങനെയൊക്കെ ഇത് മറിയാം എന്നുള്ളതിനെ പറ്റി ജസ്റ്റ് ഒരു സംശയം മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നിൽക്കുന്നത് ഈ ദൃശ്യം 1-ലും 2-ലും ഒക്കെ കണ്ടത് തന്നെയാണോ യഥാർത്ഥ സത്യം എന്നുള്ളതാണ് ചോദ്യം. ഇത് ഒരു ഉറപ്പുമില്ല. ഒന്നാമത്തെ കാര്യം, ഇത് വിഷ്വൽസ് ക്യാൻ ബി ഡിസീവിങ് എന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത്. പ്രേക്ഷകരെ പോലും ഇതാണ് കഥ എന്ന് വിശ്വസിപ്പിക്കുന്ന ജോർജ് കുട്ടിക്ക് വേണമെങ്കിൽ പ്രേക്ഷകരെയും കബളിപ്പിച്ചുകൊണ്ട് ഒരു പുതിയ സ്റ്റോറിയുമായിട്ട് മുന്നോട്ട് വരാം. അതുകൊണ്ട് തന്നെ ഈ കണ്ടതൊക്കെ യഥാർത്ഥത്തിൽ നടന്നതാണോ, ഏത് അവിടെ കൊണ്ടുപോയി ബോഡി മാറ്റി കുഴിച്ചിട്ടത് വരുണ്ടത് തന്നെയാണോ എന്നുള്ളൊരു ചോദ്യങ്ങളൊക്കെ നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊക്കെ ഉള്ളതാണോ ഇല്ലയോ എന്നതും വേറൊരു കാര്യമാണ്. അതൊക്കെ സംഭവിച്ചാൽ ഉണ്ട്, ഇല്ലെങ്കിൽ വേണമെങ്കിൽ മൊത്തത്തിൽ തന്നെ കഥ നറേറ്റീവ് തന്നെ മാറ്റിയെടുക്കാൻ ദൃശ്യം 3-ക്ക് ചിലപ്പോൾ കഴിഞ്ഞെന്ന് വരും. രണ്ടാമത്തെ പ്രധാനപ്പെട്ട പോയിന്റ്, സായ് കുമാറിൻ്റെ കഥാപാത്രമാണല്ലോ ദൃശ്യം 2-ൽ അവസാനം ഈ കഥ മുരളി ഗോപിയോടും ആശാ ശരത്തിനോടും സിദ്ദിഖിനോടും ഒക്കെ പറയുന്നത്. ഈ സായ് കുമാറിൻ്റെ കഥാപാത്രം നൽകുന്ന നറേഷനിലൂടെയും ബുക്കിൻ്റെയും അടിസ്ഥാനത്തിൽ മാത്രമാണ് നമ്മൾ കാണുന്നത്. അതായത് മുരളി ഗോപിയോടും ആശാ ശരത്തിനോടും സിദ്ദിഖിനോടും ഒക്കെ സായ് കുമാർ പറയുന്ന കഥയുണ്ട്. അതായത് ഇയാൾ ഇങ്ങനെ വന്നിരുന്നു, വിനയചന്ദ്രൻ എന്ന കഥാപാത്രം തന്നെ തേടി വന്നിരുന്നു, ഇങ്ങനെയൊക്കെ ഒരു സിനിമ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിരുന്നു, അങ്ങനെയുള്ളൊരു പശ്ചാത്തലത്തിൽ എങ്ങനെയായിരിക്കും ഇത് ചെയ്തെടുക്കുക എന്നുള്ള സായികുമാറിൻ്റെ നറേറ്റീവ് മാത്രമാണിത്. അപ്പോൾ ഈ നറേറ്റീവ് എത്രമാത്രം വിശ്വസിക്കാൻ കഴിയുന്നൊരു ചോദ്യം കൂടി നിർണായകമായിട്ട് ദൃശ്യം 3-ൽ നിൽക്കുകയാണ്. അത്രയും വലിയ പവർ ലീഗും കാര്യങ്ങളിലൊക്കെ പോവോ എന്നുള്ളതല്ല, സ്വാഭാവികമായിട്ടും ഒരു ചെറിയ ഒരു ആഗ്രഹത്തിന് പുറത്ത് നമുക്ക് വേണമെങ്കിൽ അങ്ങനെ സംസാരിക്കാം. ആ രീതിയിലേക്ക് ഈ സിനിമ ഡൈവേർട്ട് ചെയ്ത് പോകുമോ, പുതിയൊരു കഥയിലേക്ക് വഴിതിരിയുമോ എന്നുള്ളതാണ് അടുത്ത ചോദ്യമായിട്ട് നിൽക്കുന്നത്. സോ ലെറ്റ്സ് ഗോ ടു ദ മെയിൻ പോയിന്റ്, അതായത് ട്വിസ്റ്റ് പോയിന്റ്സ് എന്നുള്ളതാണ്. ട്വിസ്റ്റ് പോയിന്റ്സ് എങ്ങനെ ഈ മൂന്നാം ഭാഗത്തിലേക്ക് വരുമ്പോൾ ട്വിസ്റ്റ് പോയിന്റ്സ് എത്രമാത്രം പ്രധാനപ്പെട്ടതാണെന്ന് നോക്കുക. ഇപ്പോൾ 1-ലും 2-ലും ഫോഴ്സ്ഡ് ആയിട്ടുള്ള ട്വിസ്റ്റുകളല്ല. അയാളുടെ നിലനിൽപ്പ് കാരണം, റിഫ്ലെക്സ് ആക്ഷൻ കാരണം, ക്രൈസിസ് മാനേജ്മെൻറ്റ് കാരണം അയാൾ ഉണ്ടാക്കിയെടുത്ത പല രീതിയിൽ നിന്നാണ് ഈ ഫ്രാഞ്ചൈസ് തന്നെ ഇത്രയധികം വളർന്നത്. പ്രതീക്ഷിക്കേണ്ട ട്വിസ്റ്റ് പോയിന്റ്സ് അല്ലെങ്കിൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന എന്താണെന്ന് നോക്കുക. ഒന്നാമത്തെ പോയിന്റ് അസ്ഥി വരുണ്ടേതല്ല എന്നുള്ളതാണ്. അതായത്
ഈ ജോസ് എന്ന കഥാപാത്രം ദൃശ്യം 2-ൽ വരുന്ന സമയത്ത് അയാൾ പറയുന്നൊരു കാര്യം, തൻ്റെ അളിയനെ അയാൾ തലക്കടിച്ച് കൊന്നതിന് ശേഷം അതിൽ നിന്ന് രക്ഷപ്പെടാൻ വന്ന് ശ്രമിച്ച് കണ്ടപ്പോഴാണ് അയാൾ ജോർജ് കുട്ടി പോലീസ് സ്റ്റേഷനിൽ നിന്നും ഇറങ്ങി വരുന്ന കാഴ്ച കാണുക. അതായത് വരുണ്ട കൊലപാതകം നടന്ന സമയവും ഈ ജോസ് അളിയനെ കൊല്ലുന്ന സമയവും ഏകദേശം ഒരേ ടൈം ലൈനിൽ നടക്കുന്നതാണ്. ഈ അളിയൻ ഏകദേശം വരുണ്ട പ്രായമുണ്ടെങ്കിൽ, അളിയന് വരേണ്ട പ്രായമുണ്ടെങ്കിൽ ഒരു പക്ഷേ വേറൊരു ട്വിസ്റ്റ് സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അതായത് 2 കൊലപാതകം ഒരേ പ്രായത്തിലുള്ളവർ ഒരേ ടൈം ലൈനിൽ നടക്കുന്ന ഒരു സ്ഥിതിയിലേക്കും കൂടി കാര്യങ്ങൾ മാറാം. 2, ദൃശ്യം പുസ്തക രൂപേണ ഉണ്ടാക്കി വെച്ച ജോർജ് കുട്ടിയുടെ ബ്രില്യൻസിനെ പറ്റിയും നമുക്ക് എടുത്ത് സംസാരിക്കേണ്ടിയിരിക്കുന്നു. കാരണം അയാൾ എപ്പോഴും ഒരു മുഴമല്ല 2 മുഴം മുന്നേറിയുന്ന ആളാണ്. അത് കണ്ടുകൊണ്ടാണല്ലോ ആ ബുക്കിൻ്റെ പശ്ചാത്തലത്തിൽ പോലീസ് അന്വേഷണം നടത്തി എന്നുള്ള രീതിയിലേക്ക് വരെ നറേറ്റീവ് മാറിയത്. പിന്നെ ഈ കേസ് എങ്ങനെ അന്വേഷിച്ചാലും പോലീസ് ട്രാപ്ഡ് ആകുന്നുള്ള രീതിയിലാണ് വരുന്നത്. കാരണം നാണക്കേടുകൾ കാരണം പോലീസ് മുന്നോട്ട് നിൽക്കുന്നു എന്നുള്ള സാധ്യത ഒന്നുണ്ട്. 2, ഇതെങ്ങനെ ട്രാപ്ഡ് ആവുന്നു എന്ന് വെച്ചാൽ ഇനിയിപ്പോൾ വേറെ വഴിയില്ല. ഒന്നിൽ അയാൾ പറഞ്ഞ രീതിയിൽ ആ ബുക്കിൽ പറയുന്ന പോലുള്ള അന്വേഷണം നീങ്ങുക എന്നുള്ളതേ ഉള്ളൂ. അതൊരു പക്ഷേ പോലീസിനെ ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടി അയാൾ മെനഞ്ഞെടുത്ത കഥയുമാകാം. അതുകൊണ്ട് തന്നെ എങ്ങനെ അന്വേഷിച്ചാലും പോലീസിന് ട്രാപ്ഡ് ആവും. അപ്പോഴാണ് വേറൊരു ചോദ്യം, ഈ 2ാമത്തെ അസ്ഥി ആരുടേതാണ് എന്നുള്ളത് ചോദ്യം നിൽക്കുന്നത്. അതായത് കോടതിയിൽ ഹാജരാക്കിയ ഫോറൻസിക് റിപ്പോർട്ട് പ്രകാരം ഇത് വരുണ്ട അസ്ഥിയല്ല, ഇത് മറ്റൊരാളുടെ അസ്ഥിയാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ 2ാമത്തെ അസ്ഥി ആരുടേതാണെന്നുള്ള ചോദ്യം സ്വാഭാവികമായിട്ട് പോലീസിന് തലയിൽ വരും. കാരണം എന്തുകൊണ്ടാണ്, കുഴിച്ചെടുത്ത അസ്ഥി പോലീസ് സ്റ്റേഷൻ്റെ അടിയിൽ നിന്നാണ് വന്നത്. അപ്പോൾ പോലീസ് സ്റ്റേഷൻ്റെ അടിയിലുണ്ടായിരുന്ന അസ്ഥി ആരുടേതാണെന്ന് സ്വാഭാവികമായിട്ടും പോലീസിൻ്റെ തലയിലല്ലേ വരുള്ളൂ. അപ്പോൾ അവർ പോലും അറിയാതെ അവരെ ട്രാപ്പ് ചെയ്യുന്ന ജോർജ് കുട്ടിയുടെ ക്യാരക്ടറിലേക്കാണ് ദൃശ്യം 3 അൺഫോൾഡ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് വരിക. 5ാമത്തെ പോയിന്റ്, ഈ ഗീതാ പ്രഭാകർ എന്ന കഥാപാത്രമാണ്. അതായത് ആശാ ശരത് ചെയ്യുന്ന കഥാപാത്രം ഈ എല്ലാം മറന്ന് അവസാനിപ്പിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറും എന്നുള്ളൊരു ചോദ്യം കൂടെ നിൽക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ട് അവരുടെ മകനാണ്, എന്താണ് സംഭവിച്ചതെന്ന് കൃത്യമായ ധാരണയില്ല. പക്ഷെ ലാസ്റ്റ് ദൃശ്യം 2-ലേക്ക് വരുമ്പോഴേക്കും മനസ്സോടുകൂടി ഒരു സമ്മതം, ഏത് എല്ലാം അവസാനിപ്പിക്കാം എന്നുള്ള രീതിയിലേക്ക് അവർ നറേറ്റീവ് ആ കഥാപാത്രത്തിനെ കൊണ്ട് എത്തിക്കുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ പ്രധാനപ്പെട്ട പോയിന്റാണ്. 6, ഈ ജോർജ് കുട്ടിയുടെ പുസ്തകത്തിന് പിന്നാലെ നീങ്ങുമോ അന്വേഷണം എന്നുള്ളതാണ് ചോദ്യം. അതായത് മനഃപൂർവ്വം ട്രാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, പോലീസിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ തന്നെ മാറ്റാൻ വേണ്ടിയിട്ട് അങ്ങനൊരു കളി, ആ ഒരു രീതിയിലേക്ക് ഇതിൻ്റെ സ്ക്രിപ്റ്റിംഗ് വർക്ക് മാറുമോ എന്നുള്ളൊരു ചോദ്യം കൂടെ നിൽക്കുകയാണ്. വിച്ച് ഇസ് മിയർലി നമുക്ക് വേണമെങ്കിൽ ഒന്ന് തള്ളിക്കളയാം. കാരണം ഇത് മീഡിയ ഇൻവെസ്റ്റിഗേഷനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടാണ് ഈ സിനിമയുടെ ട്രെയിലർ സൂചിപ്പിക്കുന്നത്. സോ തൽക്കാലം വേണമെങ്കിൽ ഈ പോയിന്റ് ഒന്ന് എവിക്റ്റ് ചെയ്യാം. പക്ഷെ ബാക്കി ഈ 5 പോയിന്റ്സും വളരെ പ്രധാനപ്പെട്ട പോയിന്റ്സ് ആയിട്ട് തന്നെ കാണണം. അത് ഈ സിനിമയ്ക്ക് ഉണ്ടാക്കാൻ പോകുന്ന ഹൈപ്പും എത്രമാത്രമാണ്. സ്വാഭാവികമായിട്ട് ആളുകൾക്കൊക്കെ, പ്രത്യേകിച്ച് മോഹൻലാലിൻ്റെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ സിനിമ, ആ ഒരു സിനിമയിലേക്ക് ഒരുപാട് എന്താ പറയുക, ഡീകോഡിങ് പരിപാടികളൊക്കെ നടക്കും. ആ ഡീകോഡിങ്ങളുടെ ഹൈപ്പ് കൂട്ടാനും ഒന്നുമല്ല, സ്വാഭാവികമായിട്ടും ആളെ റിലീസാകുന്ന സിനിമയ്ക്ക് എന്തൊക്കെയായിരിക്കും അണിയറയിൽ ഒരുങ്ങുക എന്നുള്ളൊരു ചിന്ത ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഈ ടെസ്റ്റ് പോയിന്റ്സ് പ്രത്യേകമായിട്ടും എടുത്ത് സൂചിപ്പിച്ചത്. ഇനി പോലീസിൻ്റെ കുരുക്ക്, നമ്മൾ നേരത്തെ വെച്ചിരുന്ന ഒരു പോയിന്റ് അതാണല്ലോ, പോലീസിൻ്റെ കുരുക്ക് എങ്ങനെയായിരിക്കും എന്നുള്ളതിനെ പറ്റി പറയാം. അതായത് പോലീസ് സ്റ്റേഷനിൽ നിന്ന് കിട്ടിയ അസ്ഥികൂടം വരേണ്ടതല്ല എന്നതായതോടെ അത് ആരുടേതാണ് എന്നുള്ളത് അന്വേഷണം നീങ്ങും. കാരണം അത് കോടതിക്ക് മുന്നേ പറഞ്ഞല്ലേ പറ്റുള്ളൂ, വേറെ വഴിയില്ല. കാരണം ഇത് ആരുടേതാണ്, കാരണം പോലീസ് സ്റ്റേഷനിൽ നിന്ന് കിട്ടിയതാണെങ്കിൽ അത് ആരുടേതാണെന്ന് തെളിയിക്കണം, അല്ലാതെ വേറെ വഴിയില്ല. അതാണ് ഫസ്റ്റ് ട്രാപ്പ്. സെക്കൻഡ് ട്രാപ്പ്, ഉത്തരവാദിത്വം പോലീസിൻ്റെ തലയിലേക്ക് നീങ്ങും എന്നുള്ളത് സ്വാഭാവികമാണ്. ബുക്കിലുള്ളതുപോലെ ചെയ്തു വെക്കാൻ ജോർജ് കുട്ടി മണ്ടനുമല്ല. അതായത് ജോർജ് കുട്ടി ഒരു പുസ്തകം ഇറക്കി വെച്ചിട്ടുണ്ട്, അതുപോലെയാണ് ചെയ്തതെന്ന് പോലീസിൻ്റെ മുമ്പിൽ കൊണ്ട് എത്തിച്ചാൽ സ്വാഭാവികമായിട്ട് അയാൾ ട്രാപ്ഡ് ആവുമെന്ന് അയാൾക്കും അറിയാം. അതുകൊണ്ട് അയാൾക്ക് വേണമെങ്കിൽ മൂന്ന് ഫേസസ് ഓഫ് ലൈഫ് വേണമെങ്കിൽ വയ്ക്കാം. 1, യഥാർത്ഥത്തിൽ അയാളുടെ ജീവിതത്തിൽ സംഭവിച്ചത്. 2, ഓൾട്ടർനേറ്റീവായിട്ട് ബുക്കിന് വേണ്ടിയിട്ട് എഴുതിയത്. 3, ഓൾട്ടർനേറ്റീവായിട്ട് പോലീസ് ഇൻവെസ്റ്റിഗേഷൻ മാറാൻ വേണ്ടി എഴുതിയത്. ഇത് 3 പശ്ചാത്തലവും കൂടി എഴുതി വയ്ക്കാനുള്ളൊരു സാഹചര്യം കൂടി ഉണ്ടാകാം. അതായത് ഓൾട്ടർനേറ്റീവ് കഥയ്ക്ക് മറ്റൊരു ഓൾട്ടർനേറ്റീവും കൂടി ഈ കഥാപാത്രം ഉണ്ടാക്കിയെടുക്കുമോ എന്നുള്ളൊരു സ്വാഭാവികമായ ചോദ്യം കൂടി അവിടെ നിൽക്കുന്നുണ്ട്. 3, പോലീസിന് മൊബൈൽ ട്രാക്ക് ചെയ്ത് ജോർജ് കുട്ടിയെ സ്വാഭാവികമായിട്ടും പൂട്ടാം. പക്ഷെ അത് നടന്നിട്ടില്ല. 2-ന്റെ സമയത്ത് ഈ CCTV ക്യാമറയിലൂടെ പോലീസ് ഈ അസ്ഥികൂടം കണ്ടുപിടിച്ച് മുന്നോട്ട് പോകുന്നതായിട്ട് അയാൾ കാണുന്നുണ്ട്. അത് കാണുമ്പോൾ പോലും അയാൾ ആ ഫോണിലൂടെ തന്നെയാണ് പോകുന്നത്. ആ ഫോണിലൂടെ അയാൾ ആ ഫോറൻസിക്കിൻ്റെ ഓഫീസിലെ സെക്യൂരിറ്റി അയാൾ മദ്യപിച്ച് വീഴുന്നുണ്ട്. അപ്പോഴും അയാൾ മൊബൈൽ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫോറൻസിക് ലാബിലേക്ക് ഈ ജോർജ് കുട്ടി പോയിട്ടുണ്ട് എന്നത് മൊബൈൽ ട്രാക്കിങ്ങിലൂടെ വ്യക്തമാക്കാം, അല്ലെങ്കിൽ അതിലൂടെയും കിട്ടാം. പക്ഷേ അത് ട്രാക്ക് ചെയ്തിട്ടും പൂട്ടാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അതൊരു ലൂപ്പ് ഹോളായിട്ട് നിൽക്കുകയാണോ ഇല്ലയോ എന്നുള്ള ചോദ്യങ്ങൾ ദൃശ്യം 2-ൽ തന്നെ ഉണ്ടായിരുന്നു. അതിനൊരു മറുപടി 3-ൽ ഉണ്ടാകുമോ എന്നുള്ളത് നോക്കാം. 4-മത്തത്, ലാബിൽ നിന്ന് അസ്ഥി മാറ്റിയതാണെന്ന് പോലീസിന് ധാരണയുണ്ട്, സ്വാഭാവികമായിട്ട് ധാരണയുണ്ട്. കാരണം അവർ ഉറച്ചു വിശ്വസിക്കുന്നു അത് വരേണ്ടതാണ്. പക്ഷേ ഫോറൻസിക് റിപ്പോർട്ട് പ്രകാരം അങ്ങനെയല്ല. അങ്ങനെയെങ്കിൽ ഈ കുഴിച്ചിട്ട ഇടത്തെ മുടി DNA ടെസ്റ്റിന് ഉപയോഗിച്ചാലും ജോർജ് കുട്ടിയെ പൂട്ടാമെന്നുള്ളതാണ്. അതായത് പോലീസിന് വെക്കാൻ കഴിയുന്ന കുരുക്കിലൊന്ന് ഈ DNA ടെസ്റ്റ് പ്രകാരം ഈ മുടി ഉണ്ടല്ലേ, നമ്മളിപ്പോൾ എല്ലുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് മുടി എന്ന് ദൃശ്യം 2-ൽ ചോദിക്കുന്നുണ്ട്. പക്ഷേ അങ്ങനെ ഇപ്പോൾ എല്ലില്ല, സ്വാഭാവികമായിട്ടും മുടിയിലേക്ക് നീങ്ങാം അന്വേഷണം. അങ്ങനെയാണെങ്കിൽ എന്തായാലും മുട്ടയടിച്ചിട്ടൊന്നും ആയിരിക്കില്ലല്ലോ വരണ്ട കുഴിച്ചിടുക. അപ്പോൾ ഇത് ആരുടേതാണ് എന്നുള്ള രീതിയിലേക്ക് മാറാം.
അങ്ങനെ ഒരു ചെറിയ രീതിയിൽ പോലും ഇതിൻ്റെ ട്വിസ്റ്റ് അല്ലെങ്കിൽ ഇതിൻ്റെ കഥാഗതി മുന്നോട്ട് പോകാനുള്ള സാധ്യതയിലേക്കും കൂടി സംവിധായകൻ ഒരു പോയിന്റ് വെക്കുന്നുണ്ട്. പക്ഷേ ഇത്രയും വലിയൊരു ട്വിസ്റ്റ് ഒന്നും സിനിമയിലില്ലെങ്കിൽ ദയവ് ചെയ്ത് നമ്മളൊന്നും പറയരുത്. നമ്മളൊക്കെ ഇതിൻ്റെ ഒരു എങ്ങനെയായിരിക്കാം ഇത് ഉരുത്തിരിഞ്ഞ് വരിക, ഏതൊക്കെ രീതിയിലായിരിക്കാം ഇത് സംഭവിക്കുക എന്നുള്ളതിനെ പറ്റി മാത്രം സംസാരിക്കുന്നതേ ഉള്ളൂ. ഇനി പ്രധാനപ്പെട്ടതാണ് ആൾട്ടർനേറ്റീവ് പെർസ്പെക്റ്റീവ്സ്. ഈ ആൾട്ടർനേറ്റീവ് പെർസ്പെക്റ്റീവ്സ് നമ്മൾ ഈ 3 ഭാഗങ്ങളായിട്ട് സംസാരിക്കാം. ഒന്ന് ദൃശ്യം 1, 2, 3 ഈ 3 ഭാഗങ്ങളായിട്ട് നോക്കാം. ആദ്യം നമുക്ക് ദൃശ്യം 1 നോക്കാവേ. ദൃശ്യം 1ൻ്റെ ആൾട്ടർനേറ്റീവ് പെർസ്പെക്റ്റീവ് എങ്ങനെ വരുന്നത്? പോലീസ് സ്റ്റേഷൻ്റെ അടിയിൽ ജോർജ് കുട്ടി കുഴിച്ചത് ഇനി വരുണ്ണെ അല്ലെങ്കിലോ എന്നുള്ളതാണ് ചോദ്യം. അതായത് ഞാൻ പറഞ്ഞത് ഈ അല്ലെങ്കിൽ എന്നുള്ള ക്വസ്റ്റ്യൻ മാർക്ക് നമുക്ക് ഇവിടെ തൽക്കാലം വെക്കാം. ഇത് അല്ലെങ്കിൽ എന്ന് എന്തുകൊണ്ടാണ് പറയാൻ കാരണം? ഞാൻ പറഞ്ഞ പോലെ ഈ ജോസിൻ്റെ അതായത് കുഴിച്ചത് വരുണ്ണ തന്നെ ആണെങ്കിൽ എന്നുള്ളതിനെ പറ്റി ആദ്യം പറയാം, അല്ലെങ്കിലിനെ പറ്റി നമുക്ക് ആദ്യം സംസാരിക്കാം. ഇപ്പോൾ പറഞ്ഞ പോലെ വേണമെങ്കിൽ ഈ ജോസിന് ജോർജ് കുട്ടി കണ്ടേക്കാം. ഇപ്പോൾ ജോസ് പറയുന്നത് ഞാൻ കണ്ടതാ ജോർജ് കുട്ടി ഇറങ്ങി വരുന്നത് എന്തുകൊണ്ടാണ്. ജോർജ് കുട്ടിക്കും വേണമെങ്കിൽ ജോസിനെ കാണാമല്ലോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഭാവിയിൽ ഇയാൾ എനിക്കൊരു പ്രശ്നമാകുമെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരുപക്ഷെ അത് പ്രതിരോധിക്കാനുള്ള ഏതെങ്കിലും വഴി ജോർജ് കുട്ടി തരാം. അതുകൊണ്ടാണ് ഈ ജോസിൻ്റെ അളിയൻ്റെ കേസ് ഇവിടെ ഞാൻ എടുത്തിട്ടത്. ആ ജോസിൻ്റെ അളിയനെ എങ്ങാനും കൊണ്ടുവന്ന് കുഴിച്ചിടാൻ ശ്രമിച്ചാൽ ഒരു പക്ഷേ അതൊരു ലൂപ്പ് ഹോളായിട്ട് അയാൾക്ക് വേണമെങ്കിൽ ഇറങ്ങി വരാം എന്നുള്ളൊരു പെർസ്പെക്റ്റീവും കൂടിയുണ്ട്. ആ പെർസ്പെക്റ്റീവും കൂടെ കണ്ടില്ല എന്ന് വെക്കരുത്. അതുകൊണ്ടാണ് വരുണ്ണ ഇനി കുഴിച്ചിട്ടത് വരുണ്ണ തന്നെ ആണെങ്കിൽ എന്നുള്ളൊരു ചോദ്യം നീക്കാണ്. വരുണ്ണ തന്നെ ആണെങ്കിൽ പിന്നെ നമുക്ക് ഈ ലീനിയറായിട്ട് തന്നെ പോകാം. വേറെ ഓൾട്ടർനേറ്റീവായിട്ട് ചിന്തിക്കുകയോ അങ്ങനത്തെ വേറെ പശ്ചാത്തലമൊന്നും ഉണ്ടാക്കിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. വേറെ ട്വിസ്റ്റൊന്നുമില്ല, നേരെ അങ്ങനെ തന്നെ പോവാം. പിന്നുള്ളതാണ് ജോസ് എന്ന് സാക്ഷി ജോർജ് കുട്ടി കണ്ടിട്ടുണ്ടെങ്കിൽ എന്നുള്ള ചോദ്യം. അതാണ് ഞാൻ ഇവിടെ നിന്ന് വെച്ച് ലിങ്ക് ചെയ്ത് കൊണ്ടുവന്നത്. അതായത് ആ സാക്ഷിയെ കണ്ടിട്ടുണ്ടെങ്കിൽ അത് പ്രതിരോധിക്കാനുള്ള മാർഗം എങ്ങനെയായിരിക്കാം ജോർജ് കുട്ടി പ്ലേസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഈ 3 ആസ്പെക്ട്സും കൂടി മുന്നിട്ട് വെക്കുമ്പോഴേക്കും കണ്ടിട്ടുണ്ടാവോ ഇല്ലയോ എന്നുള്ളതൊന്നും അറിയില്ല. കാരണം 2-ലാണല്ലോ നമ്മൾ ഈ ഒരു ക്യാരക്ടറിനെ തന്നെ റിവീൽ ചെയ്യുന്നത്. അതായത് ജോസ് എന്ന ക്യാരക്ടറിനെ തന്നെ റിവീൽ ചെയ്യുന്നത് 2-ലാണല്ലോ. ഒരു പക്ഷേ കാരണം അത്രയും കീനായിട്ട് നോക്കുന്ന ഒരു വ്യക്തി, അത്രയധികം ഈ ക്രൈമിൽ ഇൻവോൾവ് ആയിട്ടുള്ള വ്യക്തി, ഏത് വിധേനയും കുടുംബത്തിനെ രക്ഷിക്കണമെന്ന് ശപഥം ചെയ്തിരിക്കുന്ന വ്യക്തി അങ്ങനെ ഒരു ദൃക്സാക്ഷിയെ കണ്ടിട്ട് മിണ്ടാതിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഒരു പക്ഷേ അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ദെൻ വി ആർ ഇൻ ഫോർ എ ഗെയിം എന്നുള്ള രീതിയിൽ ദൃശ്യം 3 ചിലപ്പോൾ മാറാം. ആൾട്ടർനേറ്റീവ് പെർസ്പെക്റ്റീവ് ദൃശ്യം 2-ലേക്ക് വരുമ്പോഴേക്കും ഈ ജോസിൻ്റെ അളിയനെ തലക്കടിച്ച് കൊല്ലുന്നത് പോലെ പറയുന്നുണ്ട്. അതാണ് പറഞ്ഞത്, അവിടെ നിന്നാണ് ഇത് ഉണ്ടാവുന്നത്. ജോസിൻ്റെ അളിയൻ ചെറുപ്പക്കാരനാണെങ്കിൽ വരുണ്ണ മൃതദേഹത്തിന് പകരമായി ജോസിൻ്റെ അളിയൻ്റെ മൃതദേഹം പോലീസ് സ്റ്റേഷനിൽ കുഴിച്ചിടാം. അതൊരു ചിന്തയാണ് കേട്ടോ. കാരണം ഈ ഞാൻ പറഞ്ഞ പോലെ ഇത് 2 ഒരേ സമയത്താണല്ലോ നടക്കുന്നത്. അപ്പോൾ സമയത്താണ് നടക്കുന്നതെങ്കിൽ കൊന്നിട്ട് ജോസ് മുങ്ങുന്നതിനിടയിലാണ് ജോർജ് കുട്ടി കാണുന്നത്. അപ്പോൾ ജോർജ് കുട്ടി ആദ്യം എന്തായാലും കുഴിച്ചിട്ട് വരുണ്ണ തന്നെയാണ്, അതിൽ തർക്കമൊന്നുമില്ല. പക്ഷെ വേണമെങ്കിൽ അയാൾക്ക് ഈ ജോസുമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് പോയി വേറൊരു ക്രൈമിലേക്ക് അത് നീങ്ങി ആ മൃതദേഹം വേണമെങ്കിൽ ഇത് കുഴിച്ചിടാം. ഇതൊക്കെ ചിന്തിക്കുമ്പോൾ വട്ടാണെന്ന് ചിന്തിക്കരുത്. ഇതൊക്കെ ധാരണകൾ മാത്രമാണ്. ഒരു പക്ഷേ സംഭവിക്കാതിരിക്കാം എന്നുള്ളതേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ കഥ തന്നെ വേറെയാകും എന്നുള്ളതാണ് 3ാമത്തെ പോയിന്റ്. അതായത് ഒരേ ടൈം ലൈനിൽ സംഭവിക്കുന്ന 2 കൊലപാതകങ്ങൾ, 2ഉം തലക്കടിയേറ്റാണ്. ആലോചിച്ച് നോക്കുക. അതായത് വരുണ്ണ കൊല്ലുന്നത് മീനയാണ്, റാണി എന്ന കഥാപാത്രമാണ്. ആ റാണി കൊല്ലുന്നത് തലക്കടിച്ചിട്ടാണ്, തലയ്ക്ക് പിന്നിലേറ്റ് അടിയാണ്. ജോസും പറയുന്നുണ്ട്, പോലീസിനോട് തന്നെ പറയുന്നുണ്ട്, അളിയനെ കൊന്നിട്ട് അതും തലക്കടിച്ചാണ് കൊന്നത്, ജയിലിൽ പോയി 6 വർഷത്തിന് ശേഷം തിരിച്ചു വരുന്നു. തിരിച്ചു വരുമ്പോഴാണ് ആ പോലീസ് സ്റ്റേഷൻ കാണുമ്പോഴാണ് ജോർജ് കുട്ടിയും അതുപോലെ ഇറങ്ങി വരുന്ന ഒരു ഫ്രെയിം ജോസിന് വരുന്നത്. കാരണം ജോസിന് വേറെ ഫ്രെയിം ഇല്ല, ജയിൽ മാത്രമേ ഉള്ളൂ. അതിനുശേഷം 6 വർഷവും പുറം ലോകം കണ്ടിട്ടില്ലല്ലോ. സോ ഇങ്ങനെയാണെങ്കിൽ സംതിങ് ഫിഷി, അങ്ങനെയാണെങ്കിൽ ദർ സംതിങ് ഫിഷി എന്നുള്ളതാണ് ദൃശ്യം 2-ൻ്റെ ആൾട്ടർനേറ്റീവ് പെർസ്പെക്റ്റീവാണ്. ഇനി ഈ 1ഉം 2ഉം കൂടെ കണക്ട് ചെയ്ത് നമ്മൾ 3-ലേക്ക് സ്വാഭാവികമായിട്ടും നീങ്ങുമ്പോഴാണ് ഇതിനെ വേറെ എന്തെങ്കിലും ഒരു ട്വിസ്റ്റോ അല്ലെങ്കിൽ ഒരു ഇമോഷണൽ റൈഡായിട്ട് ഈ സിനിമ മാറുമോ എന്നുള്ളതൊക്കെ സംശയങ്ങളൊക്കെ നിൽക്കുന്നത്. സോ ലെറ്റ്സ് കം ടു 3. അതായത് 3-ലേക്ക് വരുമ്പോൾ എന്താണ് സംവിധായകൻ പറയുന്നത്? 3-ലേക്ക് വരുമ്പോൾ സംവിധായകൻ പറയുന്നത് ഇതിനകത്ത് നിങ്ങൾ വലിയ ട്വിസ്റ്റോ കാര്യങ്ങളോ ഒന്നും പ്രതീക്ഷിക്കരുത്. ഇതിനകത്ത് ജോർജ് കുട്ടിയുടെ ഇമോഷണൽ റൈഡ് മാത്രമാണ് ഈ സിനിമ സംസാരിക്കുന്നത് എന്നുള്ളതാണ്. അതായത് വേറെ ഒന്നുമില്ല, വളരെ ഇമോഷണൽ ആയിട്ടുള്ള റൈഡാണ്. ജോർജ് കുട്ടി പേടിച്ചിരിക്കുകയാണ്. നമുക്ക് ട്രെയിലറിൽ ഫുൾ ഇത് കാണാം. സാധാരണ ഈ ദൃശ്യം 1-ൻ്റെയും 2-ൻ്റെയും ട്രെയിലറിൽ കാണുന്നത് വളരെ ജോവായിലായിട്ട് നിൽക്കുന്ന ഒരു കുടുംബത്തെ നമ്മൾ ആദ്യ ഫ്രെയിം തൊട്ട് കാണുന്നുണ്ട്. ദൃശ്യം 2-ലും കേട്ടോ. ആ ഒരു ചെറിയ സന്തോഷം, ഒരു 6 വർഷമായില്ലേ, അപ്പോൾ ഓക്കെയാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു കുടുംബത്തിൻ്റെ ഒരു സന്തോഷം ദൃശ്യം 2-യുടെ ട്രെയിലറുണ്ട്. 3-ൽ പക്ഷെ അങ്ങനെ ഒരു ഫ്രെയിം ഇല്ല, അങ്ങനൊരു ചിരിയോ കളിയോ സന്തോഷമൊന്നുമില്ല. കൂടുതൽ മേടിച്ചിരിക്കുന്ന ഒരു കുടുംബമായിട്ടാണ് കാണുന്നത്. അതായത് ഇമോഷണൽ ജോർജ് കുട്ടിയാണ് കഥയുടെ നട്ടലായിട്ട് മാറുന്നത്. അതായത് ഇമോഷണലായിട്ട് നിൽക്കുന്ന കഥാപാത്രം, അയാളുടെ ജീവിതവുമായിട്ട് മുന്നോട്ട് പോകുന്ന കാര്യങ്ങൾ എന്നുള്ളതാണ്. ഒരു കമൻറ്റ് ഞാൻ വായിച്ച് 2013 തന്നെ ജോർജ് കുട്ടി ഇത് ഏറ്റവും പറഞ്ഞിരുന്നെങ്കിൽ 2026 ഒരു ജീവപര്യന്തമൊക്കെ കഴിഞ്ഞ് ഇറങ്ങാനുള്ള സമയമായി എന്നുള്ളതാണ്. ഫണ്ണായിട്ട് പറഞ്ഞതാണ്. പക്ഷേ
എന്തായാലും ഈ ഇമോഷണൽ ജോർജ് കുട്ടിയാണ് കഥയുടെ നട്ടല്ല, അതിനകത്തൊരു തർക്കമില്ല. മറ്റൊന്ന്, ഈ 3യുടെ ഹോൾ പെർസ്പെക്റ്റീവ് തന്നെ ഈ കേസ് കുത്തിപ്പൊക്കാൻ വേണ്ടി മാധ്യമപ്രവർത്തകർ വരുന്നു എന്നുള്ളതാണ്. ഇതിൻ്റെ 3 ട്രെയിലറിൽ ഒരു ഡയലോഗ്, പോലീസ് അന്വേഷിച്ച് കിട്ടാത്ത എത്രയോ കഥകൾ മാധ്യമപ്രവർത്തകർ അല്ലെങ്കിൽ ജേർണലിസ്റ്റിലൂടെ കുത്തിപ്പൊക്കിയെടുത്ത് സോൾവ് ചെയ്തെടുത്ത നിരവധി കേസുകളുണ്ട് എന്നുള്ളതാണ്. വീണ നന്ദകുമാറാണ് ആ ക്യാരക്ടർ ചെയ്യുന്നത്. വീണ നന്ദകുമാർ ഇതുപോലെ ദൃശ്യം 1നെയും 2ലെയും ക്യാരക്ടേഴ്സിനെയൊക്കെ പോയി മീറ്റ് ചെയ്യുകയും ഈ കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. ഒരു പക്ഷേ ഈ ഒരു ടഫ്നെസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഈ ഒരു റൈവൽറി ഇൻ ദ സെൻസ് ഈ കേസ് അന്വേഷണവും അപ്പുറത്തെ ജോർജ് കുട്ടി, ഇത് തന്നെയായിരിക്കാം 3യുടെയും ഒരു ക്രക്സ് ആയിട്ട് മുന്നോട്ട് പോകുന്നത്. എക്സ്പെക്ടിങ് ബ്രില്യൻറ്റ് ട്വിസ്റ്റ്, അതിനകത്തൊരു തർക്കമില്ല. ദൃശ്യം 4ലേക്ക് സിനിമ ലീഡ് ചെയ്യുമോ ഇല്ലയോ എന്നൊന്നും അറിയില്ല. പൂജാവേളയിൽ നിർമ്മാതാവായ ആന്റണി പെരുമ്പാവൂർ പറഞ്ഞത് ദൃശ്യം 4 ഉണ്ടാകുന്നതാണ്. സോ അങ്ങനെ ഒരു ലീഡും കൂടി ഇട്ടിട്ട് ദൃശ്യം 3 എൻഡ് ചെയ്യാനുള്ളൊരു സാധ്യത ഉണ്ടോ എന്നതും കൂടി പരിശോധിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഈ സിനിമയ്ക്ക് ഇനിയും ഒരുപാട് പ്ലോട്ട് ട്വിസ്റ്റുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. നിലവിലുള്ള പ്ലോട്ട് ട്വിസ്റ്റുകൾ വെച്ച് മാത്രമാണ് നമ്മൾ സംസാരിക്കുന്നത്. ലാസ്റ്റ്, ഈ പാസ്റ്റിൽ ജോർജ് കുട്ടി വെച്ചിട്ട് പോയ എന്തോ ഒരു ലൂപ്പ് ഹോൾ, അതാണോ ദൃശ്യം 3 എന്നുള്ളതാണ്. ആ ഒരു എന്തോ ലൂപ്പ് ഹോളുകളാണ് നമ്മൾ ഇത്രയും നേരം സംസാരിച്ചുകൊണ്ടിരുന്നത്. ഒരു പക്ഷേ ആ മൊബൈൽ ടവർ ആയിരിക്കാം, അല്ലെങ്കിൽ ജോസിൻ്റെ അളിയൻ്റെ മൃതദേഹമായിരിക്കാം, അല്ലെങ്കിൽ ഫോറൻസിക് ലാബിലെ പോലീസിൻ്റെ സീല് പോലും വെട്ടിച്ച് ഫോറൻസിക് ലാബിലെ പരിശോധന എങ്ങനെയാണ് മജിസ്ട്രേറ്റിന് മുന്നാകെ ഹാജരായത്. അങ്ങനെ ഒരുപാട് ലൂപ്പ് ഹോൾസ് ഉണ്ട്. പിന്നെ ഈ വിനയേന്ദ്രൻ്റെ കഥ ബുക്ക് പോലും പബ്ലിഷ് ചെയ്യപ്പെടുന്നതിൻ്റെ സാഹചര്യം എങ്ങനെയാണ്, ഇതുപോലുള്ള പല ചോദ്യങ്ങൾക്കും ഒരു പക്ഷേ ഉത്തരം കിട്ടുകയാണെങ്കിൽ അത് 3യിൽ അൺഫോൾഡ് ചെയ്യാനുള്ള സാധ്യത ഉണ്ടാകുമോ ഇല്ലയോ എന്നതും കൂടി നോക്കണം. എന്തോ ഒരു ലൂപ്പ് ഹോൾ ഉണ്ട്, ആ ഒരു ലൂപ്പ് ഹോളിൽ നിന്ന് പിടിച്ച് കിട്ടാനുള്ളൊരു സാധ്യത ഉണ്ടോ എന്നുള്ളതാണ്. അത് പോലീസ് കൃത്യമായി ഉപയോഗിക്കുമോ എന്നുള്ളതാണ് ഇതിൻ്റെ ദൃശ്യം 3യുടെ ഒരു ചോദ്യമായിട്ട് ഓൾട്ടർനേറ്റീവ് പെർസ്പെക്റ്റീവിൽ നമ്മൾ നിൽക്കുന്ന ഒരു ചോദ്യം. അപ്പോൾ ഈ 3 പ്രധാനപ്പെട്ട പോയിന്റ്സ് വെച്ചിട്ട് നാളെ പടത്തിലേക്ക് പോകുമ്പോഴേക്കും ഇത് ഹൈപ്പ് കൂട്ടാനോ അല്ലെങ്കിൽ ചിലപ്പോൾ ഇതൊന്നും ആയിരിക്കില്ലായിരിക്കും സംഭവിക്കാൻ പോകുന്നത്. ഇതുപോലുള്ള പല കാര്യങ്ങളും ചിലപ്പോൾ നടക്കാതിരിക്കാം. പക്ഷേ എന്നാൽ പോലും സംവിധായകനായ ജിത്തു ജോസഫ് പറയുന്ന വാക്കുകൾ, അതുണ്ടാക്കിയെടുക്കുന്ന ഹൈപ്പ്, ഇതെല്ലാം തന്നെ ഈ സിനിമയെ വേറൊരു രീതിയിലേക്ക് അപ്ലിഫ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ആ അപ്ലിഫ്റ്റ് ചെയ്യുന്ന മൊമെൻറ്റ് എങ്ങനെയായിരിക്കും ഈ സിനിമയിൽ ഉണ്ടാകുക? ഇതൊരു ഇമോഷണൽ റൈഡാണ്, ഇതൊരു ജോർജ് കുട്ടി എന്ന കഥാപാത്രത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു ഇമോഷണൽ പാറ്റേൺ പരിപാടിയാണെന്നൊക്കെ പറഞ്ഞാൽ പോലും അതൊക്കെ കണ്ണുടച്ച് വിശ്വസിക്കാൻ സ്വാഭാവികമായിട്ട് പ്രേക്ഷകർ തയ്യാറാവില്ല. അത് എക്സ്പെക്റ്റഡ് ട്വിസ്റ്റ്. മാത്രമല്ല, മലയാള സിനിമയിൽ തന്നെ ഇതുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ഒരു പ്രീ ബിസിനസ്സാണ് ഇതിൽ നടന്നിരിക്കുന്നത്. അത് മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം വലിയ ആവേശം ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്, ഒരു തർക്കമില്ല കാര്യത്തിൽ. കാരണം ഇത്രയും പനോരമ സ്റ്റുഡിയോസ് വരുന്നു, പെൻ സ്റ്റുഡിയോസ് വരുന്നു. ജിത്തു ജോസഫ് പറഞ്ഞൊരു കാര്യം, സിനിമയുടെ ഷൂട്ടിങ്ങിനിടയിലാണ് അവർ വരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ സിനിമയുടെ ഷൂട്ടിങ്ങിനിടയിൽ വന്ന് പർച്ചേസ് ചെയ്തുകൊണ്ട് പോകണമെങ്കിൽ എന്തോ പെരുസാന സംഭവം ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടോ എന്നുള്ളൊരു മൊമെൻറ്റ് കൂടെ കിട്ടുന്നുണ്ട്. അങ്ങനെയുള്ള മൊമെൻറ്റ്സിലൂടെ ഈ സിനിമയുടെ റൈഡ് ഉണ്ടാകുമോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. സ്വാഭാവികമായിട്ട് ഒരു പ്രേക്ഷകൻ്റെ പെർസ്പെക്റ്റീവിൽ നിന്നും ഒരു ഡീകോഡ് ചെയ്യുന്നൊരു പെർസ്പെക്റ്റീവിൽ നിന്നും പറയാം, ഒരു ഇമോഷണൽ റൈഡ് മാത്രമായിരിക്കില്ല ഈ സിനിമ എന്നുള്ളൊരു ഊഹം സാധാരണയായിട്ടുണ്ട്. ട്വിസ്റ്റുകളാൽ സമ്പന്നമാകുമെന്ന് പ്രതീക്ഷയൊന്നുമില്ല. പക്ഷേ ക്ലൈമാക്സിൽ ഒരു വലിയ വെടിക്കെട്ട് സാധനം പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് മോഹൻലാൽ ആരാധകർ പോകുന്നത്. സ്വാഭാവികമായിട്ട് ലാലേട്ടൻ്റെ പിറന്നാൾ ദിവസമാണ്. ഇത് ഏപ്രിൽ 2 റിലീസ് ചെയ്യേണ്ടിയിരുന്ന സിനിമയായിരുന്നു. പക്ഷേ എന്തൊക്കെയോ കാരണങ്ങൾക്കാണ് റിലീസ് ചെയ്തില്ല. പിന്നീട് വരുന്നത് മോഹൻലാൽ പിറന്നാൾ ദിവസമായ നാളെയാണ്. അപ്പോൾ നാളെ 8 മണിക്കാണ് ഷോകൾ തുടങ്ങുന്നത്. ഫാൻസുകാരും എല്ലാവരും ആഘോഷമാക്കാൻ തന്നെയാണ് തയ്യാറെടുപ്പുകൾ നിൽക്കുന്നത്. ഈ മാസം തുടക്കത്തിൽ റിലീസ് ചെയ്ത പേട്രിയോട്ടിന് വലിയ വിജയം എടുക്കാൻ കഴിഞ്ഞില്ല. മമ്മൂട്ടി മോഹൻലാൽ ഏകദേശം 18 വർഷങ്ങൾക്ക് ശേഷം വന്ന സിനിമയാണ്. പക്ഷേ അതിന് വലിയൊരു ഓളം സൃഷ്ടിക്കാൻ കഴിഞ്ഞില്ല. ആ ക്ഷീണവും കൂടി ദൃശ്യം 3ക്ക് മാറ്റിയെടുക്കാൻ കഴിയുമെന്നാണ് വിശ്വസിക്കുന്നത്. ഇത്രയും വലിയൊരു ഫ്രാഞ്ചൈസ്, മലയാള സിനിമയിൽ തന്നെ ഇത്രയധികം ആളുകൾ സംസാരിച്ചൊരു സിനിമ, ലോകത്തിൽ തന്നെ ഇപ്പോൾ ചൈനയിൽ ഉൾപ്പെടെ റീമേക്ക് റൈറ്റ്സ് വിറ്റുപോയ സിനിമ, ഓരോ രാജ്യങ്ങൾക്കായിട്ട് റീമേക്ക് റൈറ്റ്സ് വിറ്റുപോകുന്നൊരു സിനിമ, അത്രയധികം ആളുകൾ വെയിറ്റ് ചെയ്യുന്നൊരു ഫ്രാഞ്ചൈസിൻ്റെ ഒരു സിനിമ, ഒരു മലയാളി പ്രേക്ഷകർ മാത്രമല്ല അത്രയധികം ആളുകൾ വെയിറ്റ് ചെയ്യുന്നൊരു ഫ്രാഞ്ചൈസിനുള്ളൊരു സിനിമയ്ക്ക് അത്രയധികം ഫാൻ ബേസും ഉണ്ട്. അതിന് നീതിപൂർവ്വമായി മുന്നോട്ട് പോകാൻ കഴിയുമോ ഇല്ലയോ എന്നുള്ളത് കാത്തിരുന്ന് കാണാം. വയലൻസയുടെ എപ്പിസോഡ് അവസാനിക്കുന്നത് നാളെ. പുതിയ വാർത്തകൾ വിശേഷങ്ങളുമായി കാണാം. അതുവരെ ഗുഡ് ബൈ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.